ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 6 സെൻറ്റിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന 3 ബെഡ്റൂമുകളുള്ള ഒരു വീടിൻ്റെ പ്ലാനും 3D എലിവേഷനുമാണ്. ഈ വീടിൻ്റെ പ്രത്യേകത എന്നുള്ളത് വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതും എല്ലാകൃതിയിലുള്ള സിറ്റ് ഔട്ടാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ സൈസ് 640x160 സെൻറ്റിമീറ്ററാണ്. സിറ്റ് ഔട്ടിൽ നിന്നും നമുക്ക് നേരെ പോകാൻ സാധിക്കുന്നത് ലിവിങ് റൂമിലാണ്. ലിവിങ് റൂമിൻ്റെ സൈസ് 330x350 സെൻറ്റിമീറ്ററാണ്. ഈ ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് നേരെ പോകാൻ സാധിക്കുന്നത് ഫാമിലി ലിവിങ്ങിലാണ്. ഫാമിലി ലിവിങ് സൈസ് വരുന്നത് 330x350 സെൻറ്റിമീറ്ററാണ്. ഇതും മറ്റൊരു പ്രത്യേകതയാണ്. കാരണം നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് ഡയറക്റ്റായി നമ്മുടെ ഒരു റൂമിലേക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് ഈ വീടിൻ്റെ പ്രത്യേകത. പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് വശത്തായി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 360x350 സെൻറ്റിമീറ്ററാണ്. ഈ ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് വശത്ത് ബേ വിൻഡോ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് 200x140 സെൻറ്റിമീറ്ററാണ്. ഈ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു വേ ഔട്ടും കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്ക് നേരെ പോകാൻ സാധിക്കുന്നത് സെൻട്രൽ ഹാളിലേക്കാണ്. സെൻട്രൽ ഹാള് വലിയൊരു സെൻട്രൽ ഹാളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും ഈ സെൻട്രൽ ഹാളിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ സൈസ് വരുന്നത്, അതായത് സെൻട്രൽ ഹാളിൻ്റെ സൈസ് വരുന്നത് 800x430 സെൻറ്റിമീറ്ററാണ്. ഇവിടെ തന്നെയാണ് ഡൈനിങ്ങും കൊടുത്തിരിക്കുന്നത്. ഈ സെൻട്രൽ ഹാളിൽ നിന്നും നമുക്ക് 2 അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ബെഡ്റൂമുകളിലേക്ക് പോകാൻ സാധിക്കും. ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x320 സെൻറ്റിമീറ്ററാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് 130x180 സെൻറ്റിമീറ്ററാണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഏരിയ വരുന്നത് 350x230 സെൻറ്റിമീറ്ററാണ്. ഈ സെൻട്രൽ ഹാളിൽ നിന്നും വീടിൻ്റെ പിറകുവശത്തായി സ്റ്റെയർ കേസിനോട് തൊട്ട് തന്നെയാണ് മറ്റൊരു ബെഡ്റൂമും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x320 സെൻറ്റിമീറ്ററാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ബെഡ്റൂമാണ്. ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് 200x130 സെൻറ്റിമീറ്ററാണ്. ഇതിനോട് ചേർന്ന് സെൻട്രൽ ഹാളിൽ നിന്നും ഒരു പാർഷ്യോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാർഷ്യോ ഏരിയ വരുന്നത് 290x370 സെൻറ്റിമീറ്ററാണ്. ഈ സെൻട്രൽ ഹാളിൽ നിന്ന് തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 150x200 സെൻറ്റിമീറ്ററാണ്. ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്നും ഹാൻഡ് വാഷ് ചെയ്യുന്നതിനായി ഒരു കൗണ്ടർ വാഷ് ബേസിനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ കിച്ചണിൽ നിന്നും നമുക്ക് നേരെ പുറത്തേക്ക് പോകാൻ സാധിക്കുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് 320x200 സെൻറ്റിമീറ്ററാണ്. ഈ വർക്ക് ഏരിയയിൽ നിന്നും നമുക്ക് വീടിൻ്റെ പിറകുവശത്തേക്ക് പുറത്തേക്ക് ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 6 സെൻറ്റിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയ ബെഡ്റൂമും വലിയൊരു സിറ്റ് ഔട്ടും 2 ലിവിങ് ഹാളും വലിയൊരു സെൻട്രൽ ഹാളും അടങ്ങിയ ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 1785 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കണക്കാക്കുന്നത് 34 ലക്ഷം രൂപയാണ്.